നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമിസ്റ്റർ FYUGP AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം BSc വിദ്യാർത്ഥികളുടെ AEC ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ മലയാള സാഹിത്യ വിമർശനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മുണ്ടശ്ശേരി മാഷ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് സുകുമാർ അഴീക്കോട് മുതൽ നോക്കാം. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിലൂടെ ജോയിൻ ചെയ്തോളൂ. ഗ്രൂപ്പിൽ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോ സുകുമാർ അഴീക്കോട് ആരായിരുന്നു? സുകുമാർ അഴീക്കോട് പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങളുടെ സമന്വയത്തിലൂടെ വിമർശനത്തിൽ പാണ്ഡിത്യത്തിന്റെയും സൂക്ഷ്മ അവലോകനത്തിന്റെയും താരതമ്യത്തിന്റെയും മൂല്യബോധാധിഷ്ഠിതമായ സമഗ്ര വീക്ഷണത്തിന്റെയും മേഖലകൾ കണ്ടെത്തുന്ന ധൈഷണികമായ ഔന്നത്യമുള്ള വിമർശകനാണ് ആര്? സുകുമാർ അഴീക്കോട്. എന്തൊക്കെയാ പറഞ്ഞത്? പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങളുടെ, പാശ്ചാത്യവും പൗരസ്ത്യവും എന്താണെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതായതുകൊണ്ട് ഇനി വിശദീകരിക്കേണ്ടതില്ല. പാശ്ചാത്യ കാവ്യ സിദ്ധാന്തങ്ങളും പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങളും അതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചു, കൂട്ടിച്ചേർത്തു. അതിന്റെ സമന്വയത്തിലൂടെ വിമർശനത്തിൽ, നമ്മുടെ വിമർശന പ്രസ്ഥാനത്തിൽ പാണ്ഡിത്യത്തിന്റെയും സൂക്ഷ്മ അവലോകനത്തിന്റെയും, സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യുക, ഓരോന്നും പഠിച്ച് കൃത്യമായിട്ട് അവലോകനം ചെയ്യുക, സൂക്ഷ്മാവലോകനത്തിന്റെയും താരതമ്യത്തിന്റെയും മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ സമഗ്ര വീക്ഷണത്തിന്റെയും മേഖലകൾ കണ്ടെത്തുന്ന ദൈക്ഷണികമായ ഔന്നത്യമുള്ള വിമർശകനാണ് ആര്? സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോട് ചില്ലറക്കാരനായിരുന്നില്ല. അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ആർക്കും പറ്റൂലായിരുന്നു. അതുപോലത്തെ ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം മെയിനായിട്ട് ചെയ്തത് പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിച്ചു എന്നുള്ളതാണ്. മൂല്യബോധ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങള്. കാര്യങ്ങളെ സൂക്ഷ്മാവലോകനത്തോട് കൂടി നോക്കിക്കാണാൻ, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു കൃതിയിൽ അന്തർഭവിച്ചിരിക്കുന്ന കാവ്യാത്മകവും ആശയ പുഷ്കലവുമായ ഭാവ തീവ്രതയാണ് വിമർശകനായ അഴീക്കോട് അന്വേഷിക്കുന്നത്. അപ്പൊ സാഹിത്യ വിമർശകനായ അഴീക്കോട് ഒരു കൃതി വിമർശനത്തിന് വേണ്ടി എടുത്ത് പഠിക്കുമ്പം അദ്ദേഹം ആ കൃതിയിൽ എന്തുണ്ടോന്നാ നോക്കുന്നത്? അതിലെ കാവ്യാത്മകവും ആശയ പുഷ്കലവുമായ ഭാവ തീവ്രത, അതിൽ എത്രത്തോളം കാവ്യാത്മകവും ആശയ പുഷ്കലവുമായ ഭാവ തീവ്രത ഉണ്ട് എന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോയിന്റ് ചെയ്തിട്ടുള്ള വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എതിരാളിയെ വിട്ടുവീഴ്ചയില്ലാതെ കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള അഭിനിവേശം അദ്ദേഹത്തിനുണ്ട്. സുകുമാർ അഴീക്കോട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു പണ്ട്. അപ്പോൾ എതിരാളിയെ വിട്ടുവീഴ്ചയില്ലാതെ കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള അഭിനിവേശം അദ്ദേഹത്തിനുണ്ട് എന്ന് വെച്ചാൽ തൂലിക കൊണ്ടാട്ടോ, എഴുതിയിട്ടാണ് തോപ്പിച്ച് കളയാ. സ്ഫോടനാത്മക ശൈലിയാണ് അഴീക്കോടിൻ്റെത്. അംഗീകൃത സാഹിത്യ മൂല്യങ്ങൾക്കെതിരെ നവീന ബോധോത്തേജക മനസ്സോടെ കലാപമുയർത്തിയ സ്വതന്ത്രനായ വിമർശകനാണ് അദ്ദേഹം. എന്താണ്? അംഗീകൃത സാഹിത്യ മൂല്യങ്ങൾക്കെതിരെ, അതുവരെ ഇതൊക്കെയാണ് സാഹിത്യ മൂല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചിരിക്കുന്ന അതിനെതിരെ നവീന ബോധോത്തേജക, നവീനം, പുതിയ ബോധത്തെ ഉത്തേജിപ്പിക്കുന്ന ആ മനസ്സോടെ കലാപമുയർത്തിയ വിമർശകനാണ് അദ്ദേഹം എന്ന് പറയാണ്. അതുവരെയുള്ള സിസ്റ്റത്തിനോട് കലഹിച്ച ആളാണ്. ചിന്താപരമായ മൗലികതയും ആവിഷ്കരണത്തിലെ പ്രൗഢഭാവവും ആത്മബോധത്തിന്റെ വെട്ടിത്തിളക്കവും അഴീക്കോടിന്റെ വിമർശനത്തിന്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് സുകുമാർ അഴീക്കോടിന്റെ വിമർശന പദ്ധതിയുടെ സവിശേഷതകള്? ഒന്ന്, ചിന്താപരമായ മൗലികത, സ്വന്തമാണെല്ലാം. ആവിഷ്കരണത്തിലെ പ്രൗഢഭാവം, ആത്മബോധത്തിന്റെ വെട്ടിത്തിളക്കം, ഇതൊക്കെയാണ് അഴീക്കോടിന്റെ വിമർശനത്തിന്റെ സവിശേഷതകൾ. അദ്ദേഹം വിമർശനം ചെയ്തതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം. കാവ്യത്തിലെ ഭാരതീയ കലാ സാംസ്കാരിക പൈതൃകം ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാനും ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാനും ഒരുപോലെ പ്രാപ്തനാണ് അദ്ദേഹം. കണ്ടോ, കാവ്യത്തിലെ ഭാരതീയ കലാ സംസ്കാര പൈതൃകം ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാവ്യമൊക്കെ ആസ്വദിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതേസമയം ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്തു. അതാണ് കറക്റ്റ്. രണ്ടും വേണം. വെറും ലിറ്ററേച്ചർ എന്നും പറഞ്ഞിട്ട് നമ്മൾ വെറും ഈ പറയുന്ന കവിതയിൽ മാത്രം ലയിച്ചു പോയാൽ പോരാ. ജീവിതം ഭയങ്കര നിരാശയായിരിക്കും എന്നാണ് എന്റെ മുൻധാരണ. അതിനെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എതിർത്തോളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് വെറും സാഹിത്യം, വെറും കവിത എന്നും പറഞ്ഞ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല അതില്. അതേസമയം ഇദ്ദേഹമൊക്കെ ചെയ്യുന്നത് പോലെ കവിതയും സാഹിത്യവും ആസ്വദിക്കാനും നമുക്ക് പറ്റണം. ഇപ്പുറം ഒരു ലോജിക്ക്, ഒരു സയന്റിഫിക് ടെമ്പർ, സയൻസിനോടൊക്കെ ഉള്ള ഒരു ആഭിമുഖ്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സെറ്റാണ്. ഒരേ സമയം അത് ആസ്വദിക്കാനും പറ്റും, അതിനെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് വാല്യൂ ചെയ്യാനും പറ്റും. അവിടെയാണ് നമ്മൾ പൂർണ്ണനാവുന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, നിങ്ങൾക്ക് എതിർക്കാട്ടോ, ഒരു കുഴപ്പമില്ല. ദെൻ ഒരു കാലത്ത് മാരാരെ പോലെ, നമ്മുടെ കുട്ടിക്കൃഷ്ണ മാരാരെ പോലെ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറിച്ച്. ഒരു കാലത്ത് കുട്ടിക്കൃഷ്ണ മാരാരെ പോലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ കടുത്ത പ്രതിയോഗിയായിരുന്ന അഴീക്കോട്, ഒരു കാലത്ത് കുട്ടിക്കൃഷ്ണ മാരാരെ പോലെ തന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ ശക്തമായി എതിർത്ത വ്യക്തിയായിരുന്നു ആര്? അഴീക്കോട്.
അദ്ദേഹം തന്നെ പഴയ നിലപാടിൽ പിന്നീട് അയവ് വരുത്തി. പിന്നെ അത്ര അങ്ങ് എതിർക്കാൻ നിന്നില്ല, അയവ് വരുത്തി, കുറച്ചൊക്കെ അതിനോട് പ്രാമുഖ്യം കാണിച്ചു എന്നുള്ളതാണ്. ഇനി സുകുമാർ അഴീക്കോടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ആശാന്റെ സീതാകാവ്യം, കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. രമണനും മലയാള കവിതയും, പുരോഗമന സാഹിത്യവും മറ്റും, വായനയുടെ സ്വർഗത്തിൽ, മലയാള സാഹിത്യ പഠനങ്ങൾ, വിശ്വസാഹിത്യ പഠനങ്ങൾ, ഖണ്ഡനവും മണ്ഡനവും, മലയാള സാഹിത്യ വിമർശനം, ഗുരുവിന്റെ ദുഃഖം, പുതുപുഷ്പങ്ങൾ, നവയാത്രകൾ, തത്വവും മനുഷ്യനും, അഴീക്കോടിന്റെ ലേഖനങ്ങൾ, അഴീക്കോട് മുതൽ അയോധ്യ വരെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പ്രധാന കൃതികൾ? ആരുടെ? സുകുമാർ അഴീക്കോടിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാ? ആശാന്റെ സീതാകാവ്യം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, രമണനും മലയാള കവിതയും, പുരോഗമന സാഹിത്യവും മറ്റും, വായനയുടെ സ്വർഗത്തിൽ, മലയാള സാഹിത്യ പഠനങ്ങൾ, വിശ്വസാഹിത്യ പഠനങ്ങൾ, ഖണ്ഡനവും മണ്ഡനവും, മലയാള സാഹിത്യ വിമർശനം, ഗുരുവിന്റെ ദുഃഖം, പുതുപുഷ്പങ്ങൾ, നവയാത്രകൾ, തത്വവും മനുഷ്യനും, അഴീക്കോടിന്റെ ലേഖനങ്ങൾ, അഴീക്കോട് മുതൽ അയോധ്യ വരെ. ഇത്രയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഫസർ എം ലീലാവതി. ലീലാവതി മാഡത്തിന്റെ വിമർശന പദ്ധതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊഫസർ എം ലീലാവതി കുട്ടിക്കൃഷ്ണ മാരാർ വികസിപ്പിച്ചെടുത്ത കാവ്യ നിരൂപണ സംസ്കാരത്തിന്റെ അന്ധചൈതന്യം ഏറ്റുവാങ്ങി സാഹിത്യ നിരൂപണത്തിൽ യുക്തിപൂർവമായ അപഗ്രഥനത്തിന്റെ പാത തുറന്നു തന്ന പ്രശസ്ത നിരൂപകയാണ് ഡോക്ടർ എം ലീലാവതി. ലീലാവതിയുടെ പുസ്തകമൊക്കെ നിങ്ങൾ ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ബുദ്ധിജീവികളാവും കേട്ടോ. ഭയങ്കര ആഴത്തിലുള്ള പഠനമാണ് ലീലാവതി മാഡത്തിൻ്റെത്. അപ്പോ ആരായിരുന്നു എം ലീലാവതി? കുട്ടിക്കൃഷ്ണ മാരാർ വികസിപ്പിച്ചെടുത്ത കാവ്യ നിരൂപണം, കവിതാ നിരൂപണ സംസ്കാരത്തിന്റെ അന്ധചൈതന്യം, അതിന്റെ ഉള്ള്, കുട്ടിക്കൃഷ്ണ മാരാർ വികസിപ്പിച്ചെടുത്ത ആ ഒരു കാവ്യ നിരൂപണ സംസ്കാരത്തിന്റെ ഉള്ള് അത് ഏറ്റുവാങ്ങിയിട്ട്, ആ ആന്തരിക ചൈതന്യം, ആ വെളിച്ചം ഏറ്റുവാങ്ങിയിട്ട് സാഹിത്യ നിരൂപണത്തിൽ യുക്തിപൂർവമായ, നോട്ട് ദ പോയിന്റ്, യുക്തിപൂർവമായ അപഗ്രഥനത്തിന്റെ, അനാലിസിസിന്റെ പാത തുറന്നു തന്ന പ്രശസ്ത നിരൂപകയാണ് ഡോക്ടർ എം ലീലാവതി. അദ്ദേഹം വിമർശനം അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിമർശനം നടത്തുമ്പോൾ, അപഗ്രഥിക്കുമ്പോഴൊക്കെ അതിനെന്തുണ്ട്? യുക്തിക്ക് അവിടെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ തന്റെ നിരൂപണ സിദ്ധിവിശേഷം കവിതയെ മൂല്യനിർദ്ധാരണം ചെയ്യാൻ ഏറെ വിനിയോഗിച്ച വ്യക്തിയാണ് എം ലീലാവതി. അപ്പൊ എം ലീലാവതി എന്താണ്? ലീലാവതിയുടെ നിരൂപണ സിദ്ധിവിശേഷം, നിരൂപണം ചെയ്യാനുള്ള കഴിവ്, കവിതയെ മൂല്യനിർദ്ധാരണം ചെയ്യാൻ, കവിതയെ ഇവാലുവേറ്റ് ചെയ്യാൻ ഏറെ വിനിയോഗിച്ച വ്യക്തിയാണ് ആര്? എം ലീലാവതി. എന്ന് വെച്ചാൽ കവിതകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. കാവ്യാസ്വാദനപരമായ സമീപനമാണ് അവരുടേതാണ്. അപ്പൊ അവര് വിമർശനം നടത്തുമ്പോഴും അവരുടെ വിമർശനത്തിൽ എന്താണ്? കവിതയെ ആസ്വദിക്കുന്ന ടൈപ്പ് സമീപനമാണ്. ഓക്കെ, കാവ്യാസ്വാദനപരമായ സമീപനമാണ് ആർക്ക്? എം ലീലാവതിക്ക് ഉള്ളത്. ജീവിതത്തിന്റെ യഥാതഥമായ, ജീവിതത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രീകരണം സാധിക്കണമെങ്കിൽ എഴുത്തുകാരൻ സ്വതന്ത്രനായിരിക്കണം എന്ന് എം ലീലാവതി വിശ്വസിക്കുന്നു. മനസ്സിലാക്കി വെച്ചോട്ടോ, ഇമ്പോർട്ടന്റാ. അതായത് എം ലീലാവതി എന്താ പറയുന്നത്? ജീവിതത്തിന്റെ, ഒരു എഴുത്തുകാരന് ജീവിതത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രീകരണം നടക്കണമെങ്കിൽ, ജീവിതത്തെ ഏറ്റവും കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റണം എങ്കിൽ എഴുത്തുകാരൻ സ്വതന്ത്രനായിരിക്കണം എന്നാണ് എം ലീലാവതി പറയുന്നത്. അല്ലാണ്ട് മറ്റ് പല ബന്ധനങ്ങളും അയാളിൽ ഉണ്ടെങ്കിൽ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ എഴുത്തുകാരന് കഴിയില്ല. എഴുത്തുകാരൻ സ്വതന്ത്രനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ അദ്ദേഹത്തിന് പറ്റും എന്നാണ് എം ലീലാവതി വിശ്വസിക്കുന്നത്. മനോവിജ്ഞാനീയ തത്വങ്ങൾ, സൈക്കോളജിക്കൽ മനോവിജ്ഞാനീയ തത്വങ്ങൾ അവലംബമാക്കി സാഹിത്യകൃതികൾ വിലയിരുത്താനാണ് എം ലീലാവതി ശ്രമിച്ചത്. എം ലീലാവതി സാഹിത്യകൃതികൾ വിലയിരുത്തുമ്പോൾ എപ്പോഴും എന്താണ്? അതിന്റെ സൈക്കോളജിക്കൽ വേസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിൽ അതിനെ നോക്കിക്കാണുമായിരുന്നു. അപ്പൊ മനോവിജ്ഞാനീയ തത്വങ്ങൾ അവലംബമാക്കി സാഹിത്യകൃതികൾ വിലയിരുത്താനാണ് എം ലീലാവതി ശ്രമിച്ചത്. ആശയ വൈശദ്ധ്യത്തിനും, ആശയത്തെ ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ട്, ആശയ വൈശദ്ധ്യം, ആശയത്തെ ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ വേണ്ടി ആവണം, അതിനുവേണ്ടി ആവണം പരത്തി പറയുന്ന ശൈലിയാണ് ഡോക്ടർ ലീലാവതിക്കുള്ളത്. ലീലാവതി ചുരുക്കി എഴുതുന്ന ആളല്ല, പരത്തിയിട്ടാ പറയാ. അത് എന്തിനായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്? ആശയം വിശദീകരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ആശയ വൈശദ്ധ്യത്തിന് വേണ്ടി ആയിരിക്കാം, പരത്തി പറയുന്ന സ്വഭാവമാണ്. ഏതൊക്കെയായിരുന്നു എം ലീലാവതിയുടെ പ്രധാന കൃതികള്? വർണ്ണരാജി. ഈ വാക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? AECക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ BComന് ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വർണ്ണരാജി എഴുതിയത് ആരെയാണെന്നുള്ളത്. അവിടെ എന്തിനത് ചോദിച്ചു എന്നറിയില്ല, അവിടെ സിലബസിൽ ഇല്ലാത്തതാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നു. എം ലീലാവതിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാ? വർണ്ണരാജി, കവിതാധ്വനി, ജിയുടെ കാവ്യജീവിതം, ഫെമിനിസം ചരിത്രപരമായ ഒരു അന്വേഷണം, കവിതയും ശാസ്ത്രവും, അപ്പുവിന്റെ അന്വേഷണം, ബാലാമണി അമ്മയുടെ കവിതാലോകങ്ങൾ, സ്ത്രീ സ്വത്വാവിഷ്കാരം, ആധുനിക മലയാള സാഹിത്യത്തിൽ, ആദിപ്രരൂപങ്ങൾ, സത്യം ശിവം സുന്ദരം, സ്ത്രീ സങ്കല്പം ചെറുകാടിന്റെ നോവലുകളിൽ, കവിതാരതി, സാഹിത്യ നിരൂപണത്തിലെ ദിശാബോധം, നവതരംഗം, മൂല്യസങ്കല്പങ്ങൾ, അമൃതമശ്നുതേ.
അപ്പൊ ഏതൊക്കെയാണ് എം ലീലാവതിയുടെ പ്രധാന കൃതികൾ? വർണ്ണരാജി, കവിതാധ്വനി, ജിയുടെ കാവ്യജീവിതം, ഫെമിനിസം ചരിത്രപരമായ ഒരു അന്വേഷണം, കവിതയും ശാസ്ത്രവും, അപ്പുവിന്റെ അന്വേഷണം, ബാലാമണി അമ്മയുടെ കവിതാലോകങ്ങൾ, സ്ത്രീ സ്വത്വാവിഷ്കാരം, ആധുനിക മലയാള സാഹിത്യത്തിൽ ആദിപ്രരൂപങ്ങൾ, സത്യം ശിവം സുന്ദരം, സ്ത്രീ സങ്കല്പം, ചെറുകാടിന്റെ നോവലുകളിൽ കവിതാരതി, സാഹിത്യ നിരൂപണത്തിലെ ദിശാബോധം, നവതരംഗം, മൂല്യസങ്കല്പങ്ങൾ, അമൃതമശ്നുതേ. അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് MN വിജയനെ കുറിച്ചിട്ടാണ്. അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. എല്ലാവർക്കും ക്ലാസ് കൃത്യമായി മനസ്സിലായി വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീണ്ടും കാണാം. നോട്ട് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക്